ബസ് ഡ്രൈവറായിരുന്ന ചെറുകാവ് പൈക്കാരത്തൊടി അഷ്റഫിന്റെ ആകസ്മിക മരണത്തിൽ അനാഥമായ കുടുംബത്തെ സഹായിക്കാൻ സഹപ്രവർത്തകരുടെ കരുതലിന്റെ കാവൽ. കുടുംബത്തിന് സ്ഥലവും വീടും ഒരുക്കാൻ കൊണ്ടോട്ടിയിൽ കാരുണ്യയാത്രയിൽ പങ്കാളികളായത് 100-ലേറെ ബസ്സുകൾ. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഐക്കരപ്പടിയിലെ പൈക്കാരത്തൊടി അഷ്റഫ് എന്ന ബാബുവിന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ 2 കുട്ടികളും അടങ്ങുന്ന അനാഥ കുടുംബത്തിനെ സഹായിക്കുന്നതിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് ബസ്സുകളുടെ ഈ കാരുണ്യയാത്ര ലക്ഷ്യമിടുന്നത്. ഹൃദയാഘാതം മൂലം ഇക്കഴിഞ്ഞ മാർച്ച് 23-നാണ് അഷ്റഫ് മരിച്ചത്. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത കുടുംബം വാടക കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ചെറുകാവ് ഗ്രാമപഞ്ചായത്തിൽ ഐക്കരപ്പടി പ്രദേശത്ത് താമസിച്ചിരുന്ന ബാബു ബസ് ഡ്രൈവറായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും അറ്റാക്കായി മരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ 6 മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും അങ്ങനെ 2 കുട്ടികൾ, അനാഥരായ കുട്ടികൾക്ക് വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ഉണ്ടാക്കിയൊരു കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ ബസ്സിലെ കളക്ഷൻ എടുക്കുന്നത്. 150ഓളം ബസ്സുകൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് തയ്യാറായിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2 അനാഥരായ കുട്ടികളാണ്. അതുപോലെ തന്നെ വിധവയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വൃദ്ധയായ അദ്ദേഹത്തിന്റെ മാതാവിനും ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 100-ലേറെ ബസ്സുകളാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്. 20ഓളം ടൂറിസ്റ്റ് ബസ്സുകളും സമാന്തരമായി കാരുണ്യയാത്ര നടത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ യാത്രക്കാർ ഇതുമായി സഹകരിക്കുന്നുണ്ടെന്ന് ബസ് ഉടമ പ്രതിനിധികൾ, കുടുംബ സഹായക സമിതി ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ബാബുവിൻ്റെ ഈ കാരുണ്യത്തിനും വേണ്ടിയിട്ട് ഇന്ന് 100-ൽ പരം ബസ്സുകൾ, 150ഓളം ബസ്സുകൾ ഇന്ന് ഓടുന്നുണ്ട്. അപ്പം ബാബുവിൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങിപ്പെട്ടത്. ഇതിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പല ബസ്സിൻ്റെ ആൾക്കാർ, മുതലാളിമാരും പണിക്കാരും തൊഴിലാളികൾ എല്ലാവരും ഒരേമാതിരി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ഇത് വിജയിപ്പിച്ചെടുക്കുന്നത്. ഇതിന് എല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ഈ ബസ്സുകളുടെ ഇന്നത്തെ വരുമാനവും തൊഴിലാളികളുടെ വേതനവും പൂർണ്ണമായും കുടുംബത്തെ സഹായിക്കുന്നതിനായി നീക്കിവെക്കും. ഇതിന്റെ കൂടെ തന്നെ ചില പ്രദേശങ്ങളിൽ നാട്ടുകാർ ഫണ്ട് കളക്ഷനും നടത്തുന്നുണ്ട്. ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കോയ, എൻ അച്ചു, PVA ജലീൽ, സി മുഹമ്മദ്, ഉർവര കുഞ്ഞിക്ക, TPS നജീബ്, CKB നിസാർ, അസീസ്, ജാബിർ, HND നൌഷാദ്, PM മുനീർ ഐക്കരപ്പടി, കുഞ്ഞുമോൻ ഐക്കരപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.